പാലക്കാട് നഗരസഭാ പരിധിയിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ അധ്യക്ഷതയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന ഫണ്ടിൽ നിന്നും തെരുവുനായ, വന്യമൃഗങ്ങൾ എന്നിവയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്കും അർഹതയുടെ അടിസ്ഥാനത്തിൽ സഹായം നൽകാൻ നഗരസഭാ യോഗത്തിൽ തീരുമാനം. ഇതുകൂടി നിയമാവലിയിൽ ഉൾപ്പെടുത്തും. രോഗത്താലും മറ്റും ദുരിതം അനുഭവിക്കുന്നവർക്ക് മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരമാവധി 10,000 രൂപ വരെ സഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. തെരുവുനായ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് നിലവിൽ ചികിത്സാ സഹായം പോലും ലഭിക്കുന്നില്ല എന്ന അംഗങ്ങൾ അറിയിച്ചതോടെയാണ് തീരുമാനം. നായയുടെ കടിയേൽക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നും അംഗങ്ങൾ അറിയിച്ചു. നഗരസഭാ പരിധിയിൽ ഒരാഴ്ചക്കിടെ നായ്ക്കളുടെ കടിയേറ്റത് 53 പേർക്കെന്ന് നഗരസഭാ അംഗങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം പുതുപ്പള്ളിത്തെരുവ് അറവശാല പരിസരത്ത് 5 പേർക്ക് കടിയേറ്റിരുന്നു. ചെവിയും കൈയും കാലും മുഖവും നായ കടിച്ചു പറിച്ചു. തെരുവുനായയുടെ കടിയേൽക്കുന്നവർക്ക് സർക്കാർ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് 32-ാം വാർഡ് കൗൺസിലർ എം സുലൈമാൻ ബാനറുമായി നഗരസഭയിൽ പ്രതിഷേധിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഷെൽട്ടർ ഹോം സ്ഥാപിക്കുമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയോടും ഭരണകൂടത്തോടും നമുക്ക് ചോദിക്കാനുള്ളത്, മനുഷ്യജീവന് നായയുടെ വില പോലും ഇല്ലേ? നമ്മൾ ചോദിക്കണം, നായയുടെ വില പോലും ഇല്ലേ എന്നുള്ളതാണ്. ഇതാ നമ്മുടെ സുജാതന്റെ കയ്യിലുണ്ട്, മുഖത്താണ് കടിച്ചിരിക്കുന്നത്. അപ്പോൾ ഷെൽട്ടർ ഹോം സ്ഥാപിക്കാൻ ഫണ്ടില്ല എന്ന് പറയുന്നവർ ബാക്കിയുള്ള ഇവിടെയുള്ള സൗകര്യമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ഷെൽട്ടർ ഹോം എത്രയും വേഗം സ്ഥാപിക്കണം, അതിനെ കെയർ ടേക്കർമാരെ നിശ്ചയിക്കണം. അങ്ങനെ ജനങ്ങളുടെ ജീവൻ, അവരുടെ ജീവിക്കാനുള്ള അവകാശം, അക്കാര്യത്തിൽ സർക്കാർ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ പിടികൂടാൻ വിളിച്ചാൽ മൃഗസംരക്ഷണ വകുപ്പ് സഹകരിക്കുന്നില്ലെന്നും അംഗങ്ങൾ പരാതിപ്പെട്ടു. ഇത്തരം തെരുവുനായ്ക്കളെ പിടികൂടി മാറ്റിപ്പാർപ്പിക്കാൻ ഷെൽട്ടർ ഹോം സ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. നേരത്തെ നഗരസഭ സമർപ്പിച്ച പദ്ധതി ജില്ലാ ആസൂത്രണ സമിതി തള്ളിയെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. റിപ്പബ്ലിക് ദിനത്തിൽ നഗരസഭയിൽ പതാക ഉയർത്താനെത്തുന്ന മന്ത്രിക്ക് തെരുവുനായ ശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട നിവേദനം നൽകും. ഇക്കാര്യത്തിൽ നിയമപരമായി എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അധ്യക്ഷ പ്രമീള ശശിധരൻ അറിയിച്ചു. ജനവാസ മേഖലയിൽ പോലും ചിലർ സ്ഥിരമായി നായക്കൾക്ക് ഭക്ഷണം നൽകുന്നതായും അംഗങ്ങൾ പരാതിപ്പെട്ടു. നഗരസഭാ കൗൺസിൽ ഹാളിൽ എലിശല്യം ഉണ്ടെന്ന് CPM അംഗങ്ങൾ പരാതിപ്പെട്ടു. നായയുടെ കടിയേറ്റ് വാക്സിനേഷനായി ജില്ലാശുപത്രിയിലെത്തുമ്പോൾ കുത്തിവയ്പ്പിന് ഒരു ഡോക്ടറുടെ സേവനം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നും ഒന്നിലധികം ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം ലഭ്യമാക്കണമെന്നും നഗരസഭാ യോഗം നിർദ്ദേശിച്ചു. ഇതിനായി ജില്ലാ പഞ്ചായത്തിന് കത്ത് നൽകും. UTV ന്യൂസ്, പാലക്കാട്.